ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് നിൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് നിൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് നിൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവത്തിൻ്റെ വചനത്തിൽ 84-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹൂത്തന്മാരുടെ ഒരു സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. എൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്നതല്ലോ, ഞങ്ങളുടെ ആരാധനയെ, ഞങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവ് കൈക്കൊണ്ട് ഞങ്ങളുടെ യാചനകളെ കർത്താവ് നൽകി. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയുന്ന ദൈവം ഞങ്ങളെ സന്ദർശിച്ച് നടത്തേണ്ടതിന് വേണ്ടി ദൈവമേ, ഞങ്ങളിതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നാം മുഖത്തെടുക്കുമാറാകട്ടെ. കർത്താവ് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കണമേ, വിടുതൽ തരുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ അരുളിച്ചെയ്ത ദൈവം നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടുവരുത്തി യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ
ആത്മീക തുടർച്ചയായി പുതിയ നിയമത്തിൽ ഒരിക്കലായി അർപ്പിച്ച് കഴിഞ്ഞ യാഗത്തിൻ്റെ ഓർമ്മയിലും ആ യാഗരക്തത്തിലും അടിസ്ഥാനപ്പെട്ട് ആരാധന നടത്താൻ വിളിക്കപ്പെട്ടവരാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയ്ക്ക് ആധാരമായിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തവും ക്രിസ്തുയേശുവിൻ്റെ ആത്മാവും ക്രൂശിൻ്റെ വചനവുമാകുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ക്രൂശിൻ്റെ വചനത്തിൻ്റെ സഹായവും സഭാമധ്യേ ഉലാവുന്നതിനും സഭയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ സഹായവും ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ പുതിയൊരു അനുഭവത്തിലേക്ക് നടത്താൻ സന്നദ്ധനാണ്, വചനപ്രകാരം പ്രവർത്തിക്കുന്നതിനുമാണ്. ലോകത്തിൽ ധാരാളം ആരാധനകൾ നടക്കുന്നുണ്ട്, ധാരാളം പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ ആരാധനകളിലെല്ലാം ദൈവം പ്രസാദിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പ്രസാദിക്കും അല്ലെങ്കിൽ പ്രസാദിക്കുകയില്ല എന്നുള്ളത് നമുക്ക് ഊഹാപോഹങ്ങളിൽ പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിക്കുന്ന ആരാധനയുടെ മാനദണ്ഡം എന്താണ്? വ്യവസ്ഥ പ്രകാരമുള്ള ആരാധനയാണെങ്കിൽ ദൈവം പ്രസാദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. വ്യവസ്ഥ എവിടെ നിൽക്കുന്നു? വ്യവസ്ഥ നിൽക്കുന്നത് ഉപദേശത്തെ ആധാരമാക്കിയിട്ടാണ്. ഉപദേശം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? ഉപദേശം കൊണ്ടാണ് ഒരു കൂട്ടായ്മയ്ക്ക് അവർ വിശ്വസിക്കുന്ന ക്രിസ്തുയേശു ആരെന്ന് വ്യക്തമാക്കി കിട്ടുന്ന ഒന്നാണ് ഉപദേശം. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ച ഉപദേശരൂപത്തെ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് ഒഴിയണം എന്നാണ് പ്രമാണം. ഉപദേശത്തിൽ കൂടി ഒരു രൂപമുണ്ട്. ലോകത്തിൽ എവിടെ നോക്കിയാലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുകയില്ല. വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ചിലര് പാപികളായിട്ട് വരെ കുരുടനെ സൗഖ്യമാക്കിയ ആ സമയത്ത് അവൻ ക്രിസ്തുവിനെ ശ്രേഷ്ഠനായും മഹാനായും ദൈവപ്രവൃത്തി ഉള്ളവനായും ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനായും എല്ലാം ഹൃദയത്തിൽ കരുതിയപ്പോൾ അവനെ അതിൽ നിന്ന് തിരിക്കാനായി അവനെ ഉപദേശിക്കുന്ന ഉപദേശം നമുക്ക് കാണാം. അവൻ പാപിയാണ്. ഇന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന യഹൂദ സമൂഹം യേശുക്രിസ്തു എന്ന ആള് പാപിയാണ്, യേശു എന്നവൻ പാപിയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നു. അങ്ങനെ യേശു ആര് എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് ലോകത്തിലുള്ള അധികം പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജ്ഞാനമില്ലാതിരിക്കില്ല. എന്നാൽ വ്യക്തമായിട്ട് യേശു ഒരു ദിവ്യ പുരുഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹവും ലോകത്തിലുണ്ട്. ആ സമൂഹത്തിൻ്റെ കൂട്ടം നമ്മൾ പരിശോധിച്ചാൽ അവിടെ പ്രസംഗിക്കപ്പെടുന്ന ക്രിസ്തു
നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പഠിക്കുന്നത് പോലെ നാമോ ക്രിസ്തുയേശുവിനെ കുറിച്ച് അങ്ങനെയല്ല പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റായൊരു പഠനം ഉണ്ടായിരുന്നു. അത് ഈ കാലത്തിലും ഉണ്ട്. ഇതെല്ലാം വരുന്നത് ഉപദേശത്തിൽ കൂടിയാണ് താൻ. അപ്പോൾ പിന്നെ അവിടെയും നമ്മൾ വീണ്ടും സത്യോപദേശം ഏതാണ്? സത്യോപദേശം എന്താണ് അതിൻ്റെ ലക്ഷണം? അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇന്ന് ഈ കാണുന്ന ലോകത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ചിത്രം മാറി മറിയുന്നത്. കാരണം യഥാർത്ഥത്തിലുള്ള ഉപദേശമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിൻ്റെ ദാസന്മാരായി തീർന്ന് കർത്താവിൻ്റെ വേലയായ തികച്ച് നിത്യജീവനെ പ്രാപിച്ച് കർത്താവ് ഇരിക്കുന്നിടത്ത് ആ ശുശ്രൂഷ തികച്ചവനും പോയി ഇരിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ വിഷയം. ഓരോ കടമ്പകൾ ആണിത്. ലോകത്തിൽ കർത്താവ് ഇരിക്കുന്നിടത്ത് എത്താനുള്ള കടമ്പകളാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും എന്നാ യേശു പറഞ്ഞത്. ജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കുന്നവൻ? ലോകത്തെ ജയിക്കണം. എങ്ങനെ ലോകത്തെ ജയിക്കുന്നത്? ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ. ക്രിസ്തുയേശുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൽ എന്താ വിശ്വസിക്കേണ്ടത്? ക്രിസ്തുയേശു ആരാണ്, എങ്ങനെയുള്ളവനാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നവൻ, അവനാണ് ലോകത്തെ ജയിക്കുന്നവൻ. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. ക്രിസ്തുയേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുയേശുവിലും വിശ്വസിപ്പീൻ. ക്രിസ്തുയേശു ലോകത്ത് ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുയേശു വിശ്വസിക്കുന്നവൻ ലോകത്ത് ജയിക്കും. അപ്പോൾ ക്രിസ്തുയേശു റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ എഴുതിയിരിക്കുന്നതാണ് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. നാം ആരായിരുന്നു? ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാം ആരായിരുന്നു എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഞാൻ ആരായിരുന്നു? ഇപ്പം ആരാണ്? നാളെ ആരായിത്തീരും? ഈ 3 കാര്യങ്ങൾ വ്യക്തതയോടെ പറയാൻ അറിവുള്ളവരും അതിനെക്കുറിച്ച് പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം ഒരു വിശ്വാസി. അവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, നിങ്ങൾ മുമ്പേ ആരായിരുന്നു? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ പാപത്തിന് ദാസന്മാരായി വിൽക്കപ്പെട്ടു പോയവരാണ്. പാപത്തിന് ദാസന്മാരായി വിൽക്കപ്പെട്ടു പോയവരാണ്. അത്രയും അറിഞ്ഞില്ല. ശത്രുവായ സാത്താൻ ഹവ്വയോട് വന്ന് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ, ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം. അത് തിന്നരുത്, തൊടുകയും കൂടി അരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എതിരാളി പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ മരിക്കില്ല. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞില്ലേ? മരിക്കില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് തിന്നുന്ന നാളിൽ നിങ്ങളും ദൈവത്തെ പോലെയാകും എന്ന് ദൈവം അറിയുന്നു. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളുടെ ചിത്രം അവളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു. ദുരുപദേശത്താൽ കാഴ്ചപ്പാട് മാറി. ആ വൃക്ഷഫലത്തേക്ക് നോക്കി. എതിരാളി പറഞ്ഞ ആ വാക്ക് കേട്ടുകൊണ്ട് വൃക്ഷഫലത്തിലേക്ക് നോക്കി. ആ വൃക്ഷഫലം
കാണാൻ നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, തിന്നാൻ നല്ലതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്. എന്തൊരു മാറ്റം, എന്തൊരു മാറ്റം! ഒരു ഉപദേശം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്ന വിധം എന്തെന്ന് ആദ്യമായിട്ട് ഇത്രയും വ്യക്തമായിട്ട് സത്യവചനം വെളിപ്പെടുത്തുന്നൊരു ഭാഗം വേറെ ഇല്ല. ഉപദേശം, ദുരുപദേശം, സത്യോപദേശം, ഇത് രണ്ടും മനുഷ്യനെ മാറ്റിമറിക്കുന്ന വിധം. അതുകൊണ്ട് ദുർഭാഷണത്തിന് ചെവി കൊടുക്കരുത് എന്നാണ് വചനം. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. അന്യോപദേശങ്ങൾക്ക് കീഴടങ്ങരുത്. നിങ്ങൾ പ്രാപിക്കാത്ത മറ്റൊരു ക്രിസ്തുവിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കരുത്, പൊറുക്കരുത്, എതിർത്ത് നിന്നുകൊള്ളണം. കാരണം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ദൈവം കേൾപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം, അതിന് വിരോധമായിട്ട് ആ പറഞ്ഞവനാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ വന്ന് നിങ്ങളോടൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അങ്ങനെ ഏൽപ്പിച്ചു കിട്ടിയതാണ് ഈ സത്യോപദേശം. എത്രയോ പേര് വഞ്ചിക്കപ്പെട്ടു പോയി. പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമായി തന്നെ തീർന്ന ഹൃദയവുമായി ഇതിലേക്ക് വന്നവര് എത്രയോ പഠനത്തിൽ തെറ്റിപ്പോയി. എത്രയോ പേർ നാശത്തിൻ്റെ അടിമകളായിപ്പോയി. അധികവും തെറ്റിപ്പോയതിന് ആധാരമായി നിൽക്കുന്നത് ദുരുപദേശം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഏത് സമയത്തും ഇതിനെ അഭിമുഖീകരിക്കേണ്ടുന്ന അവസരം വരും. അർത്ഥസത്യത്താൽ മനുഷ്യനെ മറിച്ചു കളയുന്ന കാലഘട്ടമാണ്. യേശുവിനോട് സാത്താൻ പറഞ്ഞത് നുണയൊന്നുമല്ല, വചനത്തിലുള്ളതാ പറഞ്ഞത്. ഇണവചനമില്ലെന്ന് മാത്രം. സത്യോപദേശമായിരുന്നില്ല, ഉപദേശമായിരുന്നു, സത്യോപദേശമായിരുന്നില്ല. സത്യോപദേശം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ സാരമാണ് സത്യം. ഇണവചനങ്ങളോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചിന്തിക്കുമ്പോഴേ സത്യം പുറത്തു വരുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ തരണം ചെയ്യാൻ ഏറ്റവും സൂക്ഷ്മതയോടെ നാം ആയിരിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മുമ്പേ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. ലോകത്തിലൊരു മനുഷ്യന് അനേകം പേര് ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി നുണ പറയില്ല, ഇനി അരുതാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല. അനേകർ അങ്ങനെ പല തീരുമാനങ്ങളും എടുത്ത് ഭംഗിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വലിയ അത്യാഹിതങ്ങളുണ്ടായി. അതോടുകൂടി താൻ മുമ്പോട്ട് പോയിരിക്കുന്ന ദുർമാർഗങ്ങളൊക്കെ വിട്ട് നേർവഴിയിൽ ജീവിക്കാൻ തുടങ്ങി. അത് ആ മനുഷ്യൻ്റെ ജീവിതമാണ്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത്, പാപം വിട്ടുകഴിഞ്ഞ് ഞാൻ പാപം വിട്ടുകഴിഞ്ഞ് ഞാൻ ഹൃദയത്തെ നിർമ്മലമാക്കിയിരിക്കുന്നു എന്ന് ആർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാം? ഇല്ല. ഹൃദയ നിർമ്മലീകരണം സാധ്യമല്ല. തൽക്കാലത്തേക്ക് ഭയപ്പെട്ടിട്ട് ഇന്ന് ലോകത്തിൽ നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേര് മര്യാദയ്ക്ക് നടക്കും. എത്രയോ പേര് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നടക്കുന്നു. അതിന് കാരണം ഇവിടെ അധികാരികളുണ്ട്, ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അങ്ങനെ നടന്നാൽ സമ്മതിക്കില്ല. ഭയപ്പെട്ടിട്ടാണ് പലരും അങ്ങനെ നടക്കുന്നത്. ഹൃദയപൂർവ്വം ആര് നടക്കുന്നു? അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവസഭയിലേക്ക് കർത്താവ് കൂട്ടിവരുത്തിയിരിക്കുന്ന ഒരുവൻ ആരെയും ഭയപ്പെട്ടിട്ടല്ല. പിന്നെയോ രാജകോലാഹലം അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളത് പോലെ ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ് അവൻ
മര്യാദക്കാരനായി നടക്കുന്നു. ലോകപ്രകാരം നടക്കുന്നവരോ അധികാരികളെ ഭയപ്പെട്ടിട്ടും തൻ്റെ ജീവിതത്തെ ഭയപ്പെട്ടിട്ടും തനിക്ക് ആപത്ത് വരുമോ എന്ന് ഭയപ്പെട്ടിട്ടും തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ഭയപ്പെട്ട് തന്നെ തന്നെ ക്രമീകരിച്ച് നടക്കുന്നു. ഇതാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം കൊടുക്കുന്ന, ദൈവത്താൽ ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവിക നടത്തിപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് പ്രകാരമാണ് നാം എല്ലാവരും പാപത്തിൻ്റെ ദാസന്മാരായത്. ഒരു മനുഷ്യനും ഞാൻ എൻ്റെ പാപം വിട്ടൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. മുമ്പ് പറഞ്ഞതുപോലെ അവൻ ഒരു പക്ഷേ ഇപ്പോൾ മര്യാദക്കാരനായിട്ട് നടക്കുന്നുണ്ടാകാം, എവിടെയോ അവൻ ഭയപ്പെടുന്നു, ആരെയോ ഭയപ്പെടുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാനില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാനില്ല, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നവനാണ്, പക്ഷെ എനിക്കൊരു കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ വളർത്തണം. അവൻ ഭയപ്പെടുന്നു. ആര് ഭയപ്പെടുന്നു? തൻ്റെ കുടുംബം ദോഷത്തിലകപ്പെടുമോ എന്നവൻ ഭയപ്പെടുന്നു. അവൻ അധികാരികളെ ഭയപ്പെടുന്നു, അവൻ സാഹചര്യത്തെ ഭയപ്പെടുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലോട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല, അവന് ദോഷം ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അവൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് മനസ്സ് അനുവദിക്കുന്നില്ല? ദൈവം കൊടുത്തൊരു മനസാക്ഷി അവനുണ്ട്. ആ മനസാക്ഷി അനുവദിക്കുന്നില്ല ഇന്നും അത് ചെയ്യാനായിട്ട്. മാറ്റം നോക്കണം. അപ്പോൾ പാപത്തിന് ദാസന്മാരായിരുന്ന് പാപം വിട്ടുമാറാതെ മര്യാദക്കാരായിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിമാന്മാരായി ജീവിക്കുന്ന എത്ര പേരുണ്ട് ലോകത്തിൽ? പുറത്തേക്ക് കിടക്കണ്ട, ഇതിൻ്റെ അകത്ത് പരീക്ഷിച്ചാൽ മതി, ഇതിനകത്ത് പരിശോധിച്ചാൽ മതി. ഏതിൻ്റെ അകത്ത്? വിശ്വാസലോകത്തില് പലരും പലതും ചെയ്യാതിരിക്കുന്നത് മര്യാദയ്ക്ക് നടക്കുന്നതെന്നറിയാമോ? ആളുകൾ എന്ത് പറയും? സമൂഹം എന്ത് പറയും? കുടുംബത്തിന് ആക്ഷേപം വരും. അങ്ങനെ വിവിധ തരത്തിലാണ് ആക്ഷേപം മനുഷ്യർക്ക് ഭയപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ദൈവം കൊടുത്ത നല്ല മനസാക്ഷിയെ ആധാരമാക്കിയിട്ട് അവൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അവൻ സംസാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അതായത് മുമ്പ് പറഞ്ഞതുപോലെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെയും ഒഴിവാക്കി മുമ്പോട്ട് ജീവിച്ചോട്ടെ. ഇതാണ് പുതിയ നിയമസഭയിലുള്ള മനുഷ്യൻ്റെ സഭാജീവിതം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആണ് ഇനി ഇതിനകത്തുള്ള വൈവിധ്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നീ ദൈവത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? ദശാംശം കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ പൈസ നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും തരത്തിൽ വ്യാജം പറഞ്ഞാൽ അതിന് തക്ക ശിക്ഷ കിട്ടും. ഇങ്ങനെ എത്ര നാൾ? അതായത് ജാതികളായിരിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന ഭയത്തിൻ്റെ മറ്റൊരു ഭയമാണ് ലോകത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, സഭാജീവിതത്തിലേക്ക് വരുമ്പോൾ ഭയപ്പെടുകയാണ്. എന്തിനെയൊക്കെയോ ഭയപ്പെടും. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പാപം വിട്ടൊഴിയണമെങ്കിൽ അതിന് ഉള്ള ഈ നേർവഴി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ നേർവഴിയാണ് ഉപദേശ പഠനം. അല്ലാതെ വഴിയുണ്ടോ?
ഉണ്ട്. വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, വചനം കേട്ട് വിശ്വസിച്ച് ആരാധനയ്ക്കൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങളുണ്ടാകും, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രഭാവനങ്ങൾ ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ മഹാസന്തോഷമാണ്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പാപം ചെയ്യാൻ പോകുമോ? ഇല്ല. വിശ്വാസത്തിലേക്ക് വരുന്ന ആദ്യത്തെ നാളുകളിൽ ആരും പാപം ചെയ്യാൻ പോകുമോ? ഇല്ല, അത് സാധിക്കില്ല. കാരണം ആത്മാവിൻ്റെ പ്രവർത്തനം മനുഷ്യനെ ഭരിക്കുന്ന സമയത്ത് അവന് പാപം ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ലോകത്ത് നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്നവർ, പ്രാർത്ഥനാ യോഗങ്ങൾക്കൊക്കെ പോകുന്നവർ, ദൈവാത്മാവിനെ പ്രാപിച്ച അനേകർ, അവർക്ക് പാപം ചെയ്യാനും പറ്റുമൊന്നുമില്ല. അവർ പാപമൊക്കെ വിട്ടുകഴിഞ്ഞ് അവർ എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നടക്കുന്ന അനേകരെ നമുക്കറിയാം. അവർ പാപത്തിലേക്കൊന്നും പോകാൻ അവർക്ക് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ആത്മാവിൻ്റെ പ്രവർത്തനം അവർ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാധിക്കില്ല. അപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നും അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആത്മവരങ്ങൾ അത് നിന്നു പോകും. ആ സമയത്ത് പഴയത് എഴുന്നേക്കും. എത്രയോ പേര് സുവിശേഷം അറിയിച്ച് പ്രേക്ഷിത വേലയ്ക്ക് നടന്ന, പ്രാർത്ഥനാ യോഗത്തിനൊക്കെ നടന്ന്, ധ്യാനത്തിൽ നടന്ന് ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനാൽ വൻ കാര്യങ്ങൾ സംസാരിച്ചും പ്രവർത്തിച്ചും അനുഭവിച്ചും കൊണ്ട് നടന്നവർ പിന്നീട് നോക്കിയപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ മോശമായ നിലയിൽ ജീവിക്കുന്ന അവസ്ഥ പിന്നീട് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സാധിക്കുന്നു? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം അവർക്ക് വന്നിട്ടില്ല. അടിസ്ഥാനപരമായ മാറ്റം മനുഷ്യർക്ക് വരണമെങ്കിൽ അവൻ ഉപദേശത്തെ ഗ്രഹിക്കണം, സത്യോപദേശത്തെ ഗ്രഹിക്കണം. ഉപദേശം പലവിധമുണ്ട്. ക്രിസ്തുയേശു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിലൊരു വിഭാഗം ക്രിസ്തുയേശു പാപിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു കൂട്ടമുണ്ട്. സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. അവരെ വിട്, അത് നമ്മൾ ചിന്തിക്കണ്ട. എന്നാൽ ക്രിസ്തുയേശു ആരെന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളവരുടെ കാര്യം ചിന്തിക്കുക. അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. ഭിന്നപക്ഷം എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുയേശു ആരെന്നുള്ള ചോദ്യത്തിന് വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരുടെയും ഇടയിലുണ്ട്, പലർക്കും ഉണ്ട്. പല സഭകളിൽ, ഒരു സഭയിൽ ചിന്തിച്ച് ക്രിസ്തു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അവനെന്താ നിങ്ങൾ അവനെ ആരാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവവുമാണ്, മനുഷ്യനാണ്. അവനിൽ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് അവൻ ദൈവം? അവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, മരിച്ചവരെ ഏർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവമാണ്, ദൈവത്തെക്കുറിച്ച്. അപ്പോൾ എലീശ പ്രവാചകനോ ഏലിയാവോ? അതിനുത്തരവില്ല. അപ്പോൾ കുഴങ്ങി. അത് സംശയത്തില്ല. പറഞ്ഞു യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്ന് ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് വായിച്ചത്. മുമ്പ് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് വചനപ്രകാരം പരിശുദ്ധാത്മാവ് വന്നാണോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് ഒരാളിൽ നിറഞ്ഞാണോ അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചേ? അല്ല, പരിശുദ്ധാത്മാവ് വന്ന് ആ പരിശുദ്ധാത്മാവിനാൽ, അടുത്ത ഭാഗത്താണ് നമ്മൾ വായിക്കുന്നത്, 6:17 വായിച്ചത്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഹൃദയപൂർവ്വം പഠിപ്പിച്ച ഉപദേശ രൂപം പഠിപ്പിച്ചു. ആ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. അങ്ങനെയുള്ളവൻ പാപത്തിൽ നിന്ന്
മോചനം പ്രാപിച്ചു. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാനായിട്ട് വേറൊരു വഴി വേദപുസ്തകത്തിലില്ല. വേറൊരു വഴിയില്ല. കാരണം ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം മാത്രമേ ലോകത്തിൽ ജഡപ്രകാരമുള്ള ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ കരകയറുകയുള്ളൂ. അല്ലാതെ കയറൂല. അതിന് സത്യോപദേശം ദൈവത്തിന്റെ സഭയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ സത്യോപദേശത്തെ പഠിക്കുന്ന മനുഷ്യൻ അതിനെ ഹൃദയപൂർവ്വം അനുസരിക്കും. അവിടെയും പിന്നെയും കടമ്പകളുണ്ട്. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീതിക്ക് ദാസന്മാരാണ്. പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ കഴിയാത്തതുപോലെ ഇന്ന് നീതിക്ക് ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ എന്ന് പറഞ്ഞ അടിമയാണ്. യജമാനൻ നീതിയാണ്. നീതിയുടെ രാജാവ് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് ദാസന്മാരാണ്. നീതിക്ക് ദാസന്മാരാണ്. ക്രിസ്തുവിന് അടിമകളാണ്. അതുകൊണ്ട് നീതി ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. മുമ്പ് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം പാപത്തിൻ്റെ അടിമകളാണ്, പിശാചിൻ്റെ അടിമകളാണ്. ആ നില മാറിയതിനു ശേഷം ഇന്ന് നീതിക്ക് അടിമകളാണ്, ക്രിസ്തുവിൻ്റെ അടിമകളാണ്. നീതി ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. യജമാനൻ പറയുന്നതേ അടിമ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നീതി പ്രവൃത്തി ചെയ്തേ പറ്റൂ. ഇന്ന് യജമാൻ്റെ ഇഷ്ടം ചെയ്തേ പറ്റൂ. ഒരു യജമാൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു യജമാൻ്റെ കയ്യിലേക്ക് മാറി. ആ മാറിയ വിധമാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ ഉപദേശം പഠിച്ചു. ആ പഠിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചതോടുകൂടി പഴയ യജമാനൻ മാറി പുതിയ യജമാനൻ്റെ അടുക്കിലേക്ക് വന്നു. ഇന്ന് ക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ. നമ്മൾ ദാസന്മാരാണ്, ക്രിസ്തുവിന് ദാസന്മാരാണ്. തുടർന്നോ, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതി പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. മുമ്പത്തെ യജമാനന് കീഴ്പ്പെട്ട് അതിനൊരു മറുചോദ്യമില്ലാതെ പൂർണ്ണമായിട്ടും പാപത്തിൽ നടന്നും പാപം ചിന്തിച്ചും പാപം അനുഭവിച്ചും ജീവിച്ചിരുന്ന നിലയിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തു തന്ന ഈ സന്ദർഭത്തിൽ ഈ അവയവങ്ങളെ ക്രിസ്തുവിന് അവയവങ്ങളാക്കി അടിമകളാക്കി സമർപ്പിപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സഹോദരരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. മുമ്പത്തെ യജമാനന്റെ സ്വഭാവവും ആ യജമാന്റെ കീഴിലുള്ള പ്രവൃത്തിയും അതുമൂലം ഉണ്ടായിക്കൊണ്ടിരുന്ന അനുഭവങ്ങളും ഓർക്കുമ്പോൾ ഇന്ന് അഭിമാനമല്ല തോന്നുന്നത്, ലജ്ജ തോന്നുകയാണ്. ദൈവമേ, എന്നെ ഇവിടെ എത്തിച്ചതാര്? എന്നെ ഇന്ന് ക്രിസ്തുവിൻ്റെ ദാസനാക്കി തീർത്തതാര്? എൻ്റെ യജമാനൻ ക്രിസ്തുവായി തീർന്നത് എങ്ങനെ? ഞാൻ പാപത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താനും അടിമയായിരുന്നു. ആ നിലയിൽ നിന്ന് എന്നെ ദൈവം തൻ്റെ ഉപദേശത്തെ അയച്ച് അത് അനുസരിച്ച് ഇന്ന് നീതിക്ക് ദാസന്മാരായി തീർന്ന ആ വഴി അത് വലുതാണ്. നീതിയെ സംബന്ധിച്ച് നിങ്ങൾ സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്കന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. മരണമാണ്. അന്ന് ഉണ്ടായിരുന്ന നിലയിൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ മരണത്തിൽ അവസാനിക്കുമായിരുന്നു.
മരണത്തിൽ അവസാനിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. ഓരോ ദിവസവും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ മലിനപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പോലെ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് തൻ്റെ കരം നീട്ടി തൻ്റെ ആത്മാവിനെ തന്ന് സത്യോപദേശം അയച്ചു തന്ന് അതനുസരിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിന് ദാസന്മാരായി തീർന്ന്, നീതിക്ക് ദാസന്മാരായി തീർന്ന് ഇന്ന് നീതി പ്രവൃത്തി ചെയ്യുവാൻ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ വചനം പറയുന്നത് അതിൻ്റെ അന്തം എന്താണ്? മുമ്പ് മലിനപ്പെട്ടുകൊണ്ടിരുന്ന ദിനം പ്രതി വാക്കുകളാൽ വഷളായി, ചിന്തകളാൽ വഷളായി, പ്രവൃത്തികളാൽ വഷളായി, അങ്ങനെയായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയതിനു ശേഷം ഇന്ന് നീതിക്ക് ദാസന്മാരായി തീർന്ന് ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധീകരണമാണ്. നിങ്ങൾക്ക് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിൻ്റെ അന്തം നിത്യജീവനാണ്. അപ്പോൾ നിത്യജീവനെ പ്രാപിക്കാൻ വഴി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാം. നിത്യജീവനെ പ്രാപിക്കാൻ വിശുദ്ധീകരണം വേണം. വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യണം. ഞങ്ങളുടെ ശരീരത്തെ നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ വിശുദ്ധീകരണം പ്രാപിക്കണം, പാപമോചനം പ്രാപിക്കണം. പാപമോചനം പ്രാപിക്കണമെങ്കിൽ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കണം. ഉപദേശപൂർവം ഹൃദയപൂർവ്വം അനുസരിക്കണമെങ്കിൽ സത്യോപദേശത്തെ ഗ്രഹിക്കണം. സത്യോപദേശത്തെ ഗ്രഹിക്കണം. ഇതാണ് ദൈവസഭയുടെ യഥാർത്ഥ പ്രവർത്തനം. ദൈവസഭയിൽ കൃപാവരങ്ങൾക്കും മറ്റ് അത്ഭുത പ്രവൃത്തികൾക്കും ഏറ്റവും സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ വചനവും ഉപദേശവും അത് ഒരു അനിവാര്യമായ കാര്യമായിട്ട് കണക്കുകൂട്ടാതെ അതൊക്കെ ഒരു ചെറിയ കാര്യം എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകുന്ന സഭകൾ അനവധിയാണ്. വചനം പറയുന്നത് എല്ലാ കോലാഹലങ്ങളും കണ്ടു കഴിഞ്ഞു, വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷേ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല. വിട്ടുമാറാത്ത പാപം, എത്ര ശ്രമിച്ചാലും നീങ്ങിപ്പോകാത്ത പാപം, അതിനാൽ ഭരിക്കപ്പെട്ട് മനുഷ്യൻ ഇന്ന് ലോകത്തിലായിരുന്നതിനേക്കാൾ ഹൃദയം വഷളായിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ സഭ കടന്നു പോകുന്നു. രക്ഷപ്പെടാൻ ഒരു ഒറ്റ മാർഗം, ദൈവം തൻ്റെ ആത്മാവിനാൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യവചനം, സത്യ ഉപദേശം, അതിൽ കൂടി അല്ലാതെ ഈ പഴയ യജമാനൻ നീങ്ങിപ്പോവുകയില്ല. അതിൽ കൂടി അല്ലാതെ, അത് ഹൃദയപൂർവ്വം അനുസരിച്ചിട്ടല്ലാതെ നമുക്ക് ക്രിസ്തു എന്ന യജമാനെ സേവിപ്പാൻ സാധിക്കുകയില്ല. നമ്മുടെ അവയവങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ പുതിയ നിയമ യജമാന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഇന്ന് ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസം ദൈവത്തെ ശ്രദ്ധിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം കടപ്പെട്ട് കടന്നു വന്നെങ്കിൽ ദൈവമേ, ഇനിയും ഞാൻ പുറമെ പാപമൊന്നും ചെയ്യാത്തവനാണ്, ഞാൻ പുറമെ നീതിമാനാണ്, എല്ലാവരെയും കാഴ്ചയ്ക്കും എല്ലാവരുടെയും അറിവിലും ഞാൻ നീതിമാൻ തന്നെയാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ
എന്ത് മാറ്റമുണ്ട് കർത്താവേ, എന്ത് മാറ്റമുണ്ട്. ഞാൻ നിന്നെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുക. ഞാൻ നിന്നെ ആരാധിപ്പാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് ആരാധിപ്പാൻ തക്കവണ്ണം ഹാവേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ച ദൈവം, ഹാവേലിൻ്റെ യാഗത്തിൽ മാത്രമല്ല ഹാവേലിലും പ്രസാദിച്ച ദൈവം ഇന്നത്തെ ഈ ആരാധനയിലും നമ്മിലും പ്രസാദിപ്പാൻ തക്കവണ്ണം സത്യോപദേശത്താൽ നിറഞ്ഞ ദൈവത്തിന് മുമ്പാകെ ചെറുതും വലുതുമായിട്ടുള്ള സകല കുറവുകളും സമ്മതിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച സങ്കീർത്തനം 84 സങ്കീർത്തനമാണ്. എല്ലാവർക്കും അറിവുള്ള, വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്നുവരെയും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ ഒരു സങ്കീർത്തനമാണ് 86 സങ്കീർത്തനം. 84 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. കോരഹിൻ്റെ സങ്കീർത്തനമല്ല, കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. കോരഹ് എവിടെ? മക്കളെവിടെ? മക്കൾ കർത്താവിൻ്റെ വേല ചെയ്തു. കോരഹ് ദൈവത്തിനെതിരെ വേല ചെയ്തു. രണ്ട് വേലയായിപ്പോയി. എങ്ങനെ മക്കൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു? ഇനി ഒരു പടി കൂടി നമുക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാം. എങ്ങനെ മക്കൾക്ക് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്താൻ അവസരം കിട്ടും? കാരണം യഹോവയുടെ പുസ്തകം എന്ന് പറയുന്നത് ഈ സത്യവേദ പുസ്തകമായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കണം. സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ യഹോവയുടെ പുസ്തകമാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ്. അതിവിടെ ഇപ്പോൾ വെളിപ്പെട്ടെങ്കിൽ ഇതിനു മുമ്പ് സ്വർഗത്തിൽ സ്ഥിരമായിട്ടുണ്ടത്. അത് സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ ഈ 66 പുസ്തകങ്ങളും അതിൽ 84 സങ്കീർത്തനവും ആയിട്ട് അവിടെ ഉണ്ടത്. അത് ഭൂമിയിൽ വെളിപ്പെടുത്തിയത് കോരഹിൻ്റെ മക്കളാണ്. വചനം ഒരാൾക്ക് ഭൂമിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ അവൻ ആരായിരിക്കണം? സ്വർഗത്തിൽ ഇരിക്കുന്ന വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഭൂമിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ അവൻ ആരായിരിക്കണം? റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ യഹൂദന് എന്താ വിശേഷത? സകല വിധത്തിലുമുണ്ട്. എന്താ? ഒന്നാമത് തിരുവെഴുത്തുകൾ അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ, ഭൂമിയിൽ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ ആദ്യോളന്തമുള്ള ചരിത്രം, ദൈവത്തിൻ്റെ വചനം ഭൂമിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ യഹൂദൻ മുഖാന്തരേ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ നീതിയാണ്. യഹൂദൻ മുഖാന്തരമാണ് ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്നത്. കാരണം യഹൂദനും ദൈവവുമായിട്ടുള്ള ബന്ധം അതാണ്. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. യഹൂദനെ അറിയാം ദൈവമായിരുന്നു. കാരണം അവനെയാണ് ദൈവത്തിൻ്റെ വചനം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പൻ ദൈവത്തോട് മത്സരിച്ച് പാതാളത്തിലേക്ക് പോയി, നശിച്ചുപോയി. മക്കള് സ്വർഗത്തിൽ നിന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നീതിമാന്മാരായി തീർന്നു. അതായത് സാക്ഷാൽ യഹൂദന്മാരായി തീർന്നു. അപ്പൻ മത്സരിയും, മകൻ സാക്ഷാൽ യഹൂദനും. അപ്പൻ ദൈവത്തോട് മത്സരിച്ച് പാതാളത്തിലേക്ക് പോയി നശിച്ചു. മക്കള് സ്വർഗത്തിലിരിക്കുന്ന വചനം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സാക്ഷാൽ യഹൂദന്മാരായ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു. എങ്ങനെ സാധിച്ചു? ആ സാധിച്ച വിധമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരമാണ്. കർത്താവിന് സ്തോത്രം.
നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവൻ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാം? ദൈവത്തെ ശരണമാക്കുന്നവൻ വ്യവസ്ഥ അനുസരിച്ച് ദൈവത്തെ ശരണമാക്കുന്നതിന് മുമ്പ് അവൻ ദൈവത്തിൽ ആനന്ദിച്ചിരിക്കണം. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഏറ്റവും ആദ്യം ആനന്ദിക്കണം, സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അപ്പൻ്റെ അനുഭവം എന്നാ? വീട്ടുകാരുടെ അനുഭവം എന്നാ? വീട്ടിൽ കൂട്ടം കൂടിയവരുടെ അനുഭവം എന്നാ? അവരുടെ നിലവിളി എവിടെ കേൾക്കാം? അപ്പം മരിച്ചപ്പോൾ ഉണ്ടായ നിലവിളി എവിടെ കേൾക്കാം? അത് മറക്കാൻ പറ്റുമോ? അത് ഓർക്കുമ്പോൾ ഈ ദൈവിക കാര്യങ്ങളെല്ലാം വിട്ട് സ്വസ്ഥമായിട്ട് അനേകർ ചെയ്യുന്നത് പോലെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പലരും കർത്താവ് ചില ശിക്ഷകളൊക്കെ കൊടുത്തു. ബാലശിക്ഷയാണ്. അതോടുകൂടി സഭയും വിട്ടുപോയി, പ്രാർത്ഥനയും വിട്ടുപോയി, അതോടെയൊക്കെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയും വിട്ടുപോയി, സ്വന്തം വഴികളിലേക്ക് പോയി. കാരണം അവരനുഭവിച്ച വേദന, അവരനുഭവിച്ച കഷ്ടത അത് അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. തൻ്റെ അപ്പനും തൻ്റെ കുടുംബം അനുഭവിച്ച വേദന അതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവർ ഗണ്യമാക്കുന്നില്ല. കാരണം ചെയ്ത തെറ്റിൻ്റെ ഫലം. അവരപ്പനെയും അമ്മയെയും കാണുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൃഷ്ടിയാലാ, സ്വാർത്ഥതയാലല്ല. എൻ്റെ അപ്പൻ പറയുന്നത് ശരി, എൻ്റെ മക്കൾ പറയുന്നത് ശരി, എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മക്കളൊരു ദോഷം ചെയ്യുന്നവരല്ല, അങ്ങനെയല്ല ഞാൻ അവരെ വളർത്തിയത്. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അപ്പൻ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ലോകത്തിലെ സംസ്കാരം അതാ. എന്നാൽ അപ്പൻ പഠിപ്പിച്ചത് ശരിയാണോ? അപ്പൻ പഠിപ്പിച്ചത് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇല്ല. അങ്ങനെ അപ്പം തെറ്റിയണേ ഇങ്ങനെയാ വചനം പറയുന്നത്. അങ്ങനെ സ്വജനപക്ഷപാതമായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ എങ്ങോട്ട് പോകുന്നറിയോ? തൻ്റെ പിതാക്കന്മാരുടെ തലമുറയിലേക്ക് ചേരും. അപ്പം പോയ അടുത്തേക്ക് തന്നെ പോകും, അപ്പനോട് കൂടെ തന്നെ പോകും. ഒരു നാളും വെളിച്ചം കാണില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നേ. 10 മിനിറ്റ് കണ്ണ് ഇറുക്കി അടച്ച് ഒന്ന് നോക്കി, എന്തായിരിക്കും അനുഭവം? ഒരു നാളും വെളിച്ചം കാണാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് സ്വജനപക്ഷപാതമായിട്ട് പോകുന്നവര്. എന്നാൽ മോശ പറഞ്ഞു, കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ച ദൈവത്തോട് ദ്രോഹം ചെയ്തതിനെ എല്ലാത്തിനെയും കൊല്ലാൻ പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ളവൻ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. ആദ്യം ലേവ്യ ഗോത്രത്തിൽ ലേവ്യർ മാറി നിന്നു. എന്താ കാരണം? വാളെടുക്കാൻ പറഞ്ഞു. വാളെടുത്തു. അപ്പനെ അമ്മേനെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല, മക്കളെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. കൂടാരത്തിലേക്ക് കയറി വിഗ്രഹത്തെ ആരാധിച്ച് അതിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ പരിഹസിച്ചവരെ കൊല്ലാൻ പറഞ്ഞു. കയറി സംഹാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കൂടാരത്തിൽ മരിച്ചവരെ പുറത്തു കൊണ്ടുവന്നു. ആരാന്നറിയാവോ? കൊല ചെയ്യപ്പെട്ടത് ആരാന്നറിയാവോ? അപ്പൻ. കൊന്നവൻ്റെ അപ്പനുണ്ട്, കൊന്നവരുടെ മക്കളുണ്ട്, കൊന്നവരുടെ സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളെല്ലാം ഉണ്ട്. പക്ഷേ അവരാരും മുഖം നോക്കിയില്ല. നീ ആരെയാ കൊന്നത്? അപ്പനെയാണ് കൊന്നത്, അമ്മയാണ് കൊന്നത്, സഹോദരങ്ങളെയാണ് കൊന്നത്? എനിക്കറിയില്ല. ലേവിക്ക് ഒരു ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കറിയില്ല. അപ്പനോ അമ്മയോ സഹോദരനോ ഒന്നും എന്നോട് ചോദിക്കണ്ട. എന്നോട്
വിഗ്രഹത്തെ ആരാധിച്ചവരെ കൊല്ലാൻ പറഞ്ഞു, ദൈവത്തെ പരിഹസിച്ചവരെ കൊല്ലാൻ പറഞ്ഞു. ഞാൻ കൊന്നു. അവരെ ഞാൻ കൊന്നു, അത്രേ ഉള്ളൂ. ആ കൊന്ന കൂട്ടത്തിൽ എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ, അമ്മയുണ്ടായിരുന്നെങ്കിൽ, സഹോദരങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് വിഷയമല്ല. ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ളൂ. ദൈവം പ്രസാദിച്ചു. കൊടുക്കാൻ പറഞ്ഞ് ഊറിയമും തുമ്മിയും അവൻ്റെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഊറിയമും തുമ്മിയമും അവൻ്റെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാ ലേവിയ ഗോത്രത്തിന് ഊറിയമും തുമ്മിയമും കിട്ടിയത്. ഊറിയമും തുമ്മിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും വെളിപ്പാടും. ഒരാൾക്ക് ഇസ്രായേലിൽ സംശയം ഉണ്ടെങ്കിൽ ഇയാൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാ, ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാവോ? ഇയാളുടെ ചരിത്രം എന്താ, ദൈവമായിട്ടുള്ള ഇയാളുടെ ബന്ധം എന്താ? ആദ്യമായിട്ട് വരുന്ന കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയാൻ പാടില്ല ഈ ആളാരാന്ന്. അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഊറിയമും തുമ്മിയമും ധരിച്ചതിന് ശേഷം ദൈവത്തോട് ചോദിക്കുക. ക്ലീനായിട്ട് അവൻ്റെ ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് പറയും. മുഴുവൻ ചരിത്രവും ഇങ്ങോട്ട് പറയും. അതാ ശുശ്രൂഷ. ഊറിയമും തുമ്മിയമും എന്ന് പറയുന്നത് അതാ. അത് ധരിച്ചതിന് ശേഷം എസ്രയുടെ കാലത്ത് പറഞ്ഞ് ബർസില്ലായുടെ മക്കൾ ഒരു കൂട്ടരെ കുറിച്ച് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരാരാണെന്നൊരു നിശ്ചയമില്ലാതെ വന്നു. പക്ഷേ ദൈവാലയത്തിൽ ശുശ്രൂഷക്കാരാണെന്ന് അവർ പറയുന്നു, പുരോഹിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് അവർ പറയുന്നു. രേഖ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് രേഖയില്ല. അവനെന്ത് ചെയ്യും? ഇസ്രായേലർക്ക് പ്രത്യേകതയുണ്ട്. എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയിരുന്നാലും തിരിച്ച് ഇസ്രായേലിൽ വന്നോളണം, യെരുശലേമിലേക്ക് വന്നോളണം. വെറുതെ വന്ന പോരാ, വരുമ്പോൾ അവർ ഇസ്രായേലരാണെന്ന്, ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന്, ഏത് പിതൃഭവനത്തിൽപ്പെട്ടവരാണെന്ന്, ഏത് കുലത്തിൽപ്പെട്ടവരാണെന്ന് ആ പേരും അഡ്രസ്സും മുഴുവനും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇത് ഇവരുടെ കയ്യിൽ അതില്ല. എസ്ര പറഞ്ഞ് ഇതില്ലാതെങ്ങനെയാ, രേഖയില്ല. അവരതും ഇതൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ തെളിയിക്കാൻ പറ്റിയില്ല. അവസാനം എസ്ര വിധിച്ചു. ഇങ്ങനെ വിധിച്ചു. എന്ത് പറഞ്ഞു? ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ആലയത്തിലെ ശുശ്രൂഷകളിലൊക്കെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൊക്കെ ആരാധനയിലൊക്കെ പങ്കുകൂടി അങ്ങ് പൊക്കോ. പക്ഷെ നിങ്ങൾ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ കൂടണമെങ്കിൽ ഊറിയമും തുമ്മിയുമുള്ള പുരോഹിതൻ എഴുന്നേൽക്കുമ്പോൾ ആ ഊറിയമും തുമ്മിയമും വെച്ചുകൊണ്ട് ചോദിക്കാം ദൈവത്തോട്, ഈ കൂട്ടർ ആരാണ്, പുരോഹിതന്മാരാണോ, ഏത്? അപ്പോൾ കൃത്യമായിട്ട് അബ്രഹാം മുതലുള്ള ഇസ്ഹാക്ക്, യാക്കോബ്, യൂദ, പേരസ്, ഹെസ്രോൻ, ഇങ്ങനെ ആ തലമുറ മുതൽ വന്നിരിക്കുന്നത് ഏത് ഗോത്രത്തിൽ, ഏത് ലേവിയിൽ, ഇന്ന കുലത്തിൽ, ഇന്ന പിതൃഭവനത്തിൽ, കൃത്യമായിട്ട് ആ കുടുംബം വരെ പറയും. എങ്ങനെ പറയും? ഊറിയമും തുമ്മിയമും ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. യഹോദ്, കുപ്പായം, മുടി, ഇങ്ങനെ ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. ഊറിയമും തുമ്മിയമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രം മുഴുവൻ പുറത്തു കൊണ്ടുവന്നതാണ്. എസ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഊറിയമും തുമ്മിയും, അതായത് ബാബേൽ പ്രവാസത്തിലാണ്, അനേക നാളുകളായിട്ട് ഈ പുരോഹിത പ്രവർത്തനങ്ങളൊന്നും ഇല്ല. എസ്രയുടെ നേതൃത്വത്തിൽ ആലയം യഥാസ്ഥാനത്താക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഊറിയമും തുമ്മിയമും ഉള്ള പുരോഹിതനൊന്നും ഇല്ല. ഇതെല്ലാം ആദ്യം മുതൽ തുടങ്ങണം. ഒരു കാര്യം ചെയ്യുക, ഊറിയമും തുമ്മിയമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കും. ഏതായാലും ഇസ്രായേലിൽ ഇങ്ങനെ കർത്താവ് വാക്കുണ്ട്, എഴുന്നേക്കാതിരിക്കില്ല. കാരണം ലേവ്യർക്ക് ദൈവം കൊടുത്തതാണ്. ആ വാക്കനുസരിച്ച് അന്ന് ഊറിയമും തുമ്മിയുമുള്ള പുരോഹിതൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യം ചോദിക്കാം നമുക്ക്. കർത്താവെ, ആരാണ് ഇവർ, എവിടെയായിരുന്നു, ആരാണ് ഇവരുടെ പിതൃഭവന തലവന്മാർ, ഏത് കുടുംബത്തിൽപ്പെട്ടവരാ, ഏത് കുലത്തിൽപ്പെട്ടവരാ, ഇതൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ അവിടുന്ന് ചരിത്രം അങ്ങോട്ട് പറയും. അവിടുന്ന് ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഇത്രയും പറഞ്ഞതിൻ്റെ സാരം ഊറിയമും തുമ്മിയമിൻ്റെയും പ്രാധാന്യമാണ് പറഞ്ഞത്. സാധാരണ ഒരു പുരോഹിത വസ്ത്രമല്ല ഊറിയമും തുമ്മിയമും, അത് ശുശ്രൂഷയാണ്. അതൊരാൾക്ക് കിട്ടണമെങ്കിൽ എളുപ്പം കിട്ടുന്നതല്ല. ഇതാരാന്നറിയാവോ?
അപ്പനെ കൊന്നവൻ, വിഗ്രഹത്തെ ആരാധിച്ചവനെ വെട്ടിക്കൊന്നു. മറ്റൊരാളെ നോക്കിയപ്പോൾ ആ വെട്ടിയവൻ്റെ അപ്പനാ. മുഖം നോക്കിയില്ലെന്നും സ്വജനപക്ഷപാതം ഉണ്ടായില്ലെന്ന്. ദൈവത്തിൻ്റെ വചന കൽപ്പന മുഖം നോക്കാതെ നിവർത്തിച്ചെന്ന്. ശിശുര പ്രവർത്തനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കൊടുക്കാൻ പറഞ്ഞ അവൻ്റെയിട്ട് ഊറിയമും തുമ്മിയമും അവൻ്റെ കൊടുത്തു. ഇവിടെ ഊറിയമും തുമ്മിയമും ലേവിയുടെ വക്കലിരിക്കുന്നു. വെറുതെ കിട്ടിയതല്ല. പറഞ്ഞെന്തിനാണെന്നറിയോ? പറഞ്ഞതെന്താണെന്നറിയോ? ആര് എവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യൻ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, ഇതൊന്നും നോക്കാതെ, തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭവും വരാതെ ആര് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവന് ശുശ്രൂഷയുണ്ട്. അവനെ ദൈവം സ്വർഗത്തിലെ വചനം പരമേൽപ്പിക്കും. അവനെ ഊറിയമും തുമ്മിയമും പരമേൽപ്പിക്കും. അവനെ അതിൽ കൂടി കടന്നു പോകും. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം പറയുന്നത് എന്താണെന്നറിയാമോ? മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരില്ല, പിന്നെയോ ഹൃദയം നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തീർന്നു. മുഖം നോക്കി പറയുന്നവരുണ്ട്. മുഖപ്രകാശത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുഖപ്രകാശത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഒന്നും വേണ്ട, എൻ്റെ ഹൃദയത്തെ നോക്കുന്ന ദൈവമുണ്ട്, അവൻ പ്രസാദിച്ചാൽ മതിയെന്ന്. എൻ്റെ അപ്പം പ്രസാദിക്കണ്ട, അമ്മ പ്രസാദിക്കണ്ട, സഹോദരൻ പ്രസാദിക്കണ്ട, ചേട്ടൻ പ്രസാദിക്കണ്ട, ആരും പ്രസാദിക്കണ്ട, ഇതിനകം നോക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ മാത്രം നോക്കിയാൽ, അവൻ മാത്രം പ്രസാദിച്ചാൽ മതി എന്ന് കരുതി ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവനെ ദൈവം സുവിശേഷം പരമേൽപ്പിക്കുന്ന പ്രമാണം. വായിക്കാൻ നമുക്കൊന്ന്. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അവരെയാണ് സുവിശേഷം പരമേൽപ്പിക്കുന്നത്, അവരെയാണ് ശുശ്രൂഷ പരമേൽപ്പിക്കുന്നത്. ലേവ്യർക്ക് സംഭവിച്ചത് അതാണ്. ഊറിയമും തുമ്മിയമും കൈ കിട്ടിയത് അങ്ങനെയാണ്. സ്വർഗത്തിൽ എന്നേക്കുമായ സ്ഥിരമായിരിക്കുന്ന വചനം 86-ാം സങ്കീർത്തനത്തിൽ കൂടി വെളിപ്പെടുത്തിയ കോരഹ് മക്കൾക്ക്, കോരഹിന്റെ പുത്രന്മാർക്ക് കിട്ടിയത് അങ്ങനെയാണ്, സ്വജനപക്ഷപാതം ഇല്ലാതെ. പുതിയ സഭയ്ക്ക് സുവിശേഷം പരമേൽപ്പിച്ച് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത് പ്രകാരം അപ്പോസ്തലന്മാർക്കും കിട്ടിയത് അങ്ങനെയാണ്. അവിടെ സ്വജനപക്ഷപാതം ഇല്ല. നോക്കുമ്പോ, ആലയത്തിലേക്ക് നോക്കുമ്പോ ഭീകരത തോന്നുന്നില്ല. കാരണം ദൈവം അപ്പനെയും കൂട്ടരെയും ശിക്ഷിച്ച വിധം നോക്കുമ്പോ ഭയാനകത അതൊന്നുമില്ല. അപ്പോഴും അവർ പറയുക, സൈന്യങ്ങളെ ഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വജനപക്ഷപാതം മാറ്റിവെക്കുക. ഞാൻ എൻ്റെ മക്കള്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അപ്പൻ ഇല്ല വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞാൽ, സ്വന്തമായതിനെ വിട്ടാൽ നമുക്ക് സ്വന്തമായി വരുന്ന ഒരുവനുണ്ട്. അവനാണ് നസ്രായനായ യേശു. വിലപ്പെട്ട ബന്ധങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ നാമനിമിത്തം വിട്ടുകളയുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ശുശ്രൂഷ. അവരെയാണ് സുവിശേഷം ഫലമേൽപ്പിക്കുന്നത്. വിശ്വാസത്തിൽ വന്നിട്ട് 10, 50, 40, 50 ഒക്കെ വർഷങ്ങളായി. ഇന്ന് വരെ
ഒരു സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടക്കുക. ഒരു സൺഡേ സ്കൂളിൻ്റെ ഇന്ന് സംഭവിച്ച കാര്യമാണ്. ആ പരീക്ഷ ഇടുന്ന സാറിൻ്റെ അധ്യാപകൻ്റെ മകൻ്റെ മകള്, എൻ്റെ ഓർമ്മ, അവർ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ഈ കൊച്ചു ആദ്യം കയറി പറയുക. 10-18 ചോദ്യമുണ്ട്. ഈ 18 ചോദ്യങ്ങളും ആദ്യം പറയുന്നത് മുഴുവൻ ഒരു ഇതുമില്ലാതെ പറയാം. മറ്റുള്ള കുട്ടികൾക്ക് 1-2 ഒക്കെ പറഞ്ഞ് ബാക്കി പറയാൻ കഴിയുന്നില്ല. ഈ ഒരു കൊച്ചിന് മുഴുവനും അറിയാം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർത്താദാസൻ, ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്, നമ്മുടെ സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു കർത്താദാസൻ, അദ്ദേഹം പറയുകയാണ്, ഈ 18 ചോദ്യം ഉണ്ടല്ലോ, ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാതെ അടിയിൽ നിന്ന് ചോദിക്കണം. മേളിൽ നിന്നല്ലേ ചോദിക്കണേ, അടിയിൽ നിന്ന്. അപ്പോൾ 18-ാമത്തെയോ 10-ാമത്തെയോ അങ്ങനെയാണെന്ന് തോന്നുന്നു, അത് ആദ്യം ചോദിച്ചു. തിരിച്ച് വന്നതോടുകൂടി ഒരൊറ്റ എണ്ണത്തിന് ഉത്തരം പറഞ്ഞല്ലോ കൊച്ച്. ചോദ്യം ഇടുന്ന അപ്പൻ കൊച്ചിനെ ഇടുന്നതിന് മുമ്പ് പഠിപ്പിച്ച് വെച്ചിരിക്കുക. എൻ്റെ കൊച്ച്, എൻ്റെ കുഞ്ഞ്, ബാക്കിയുള്ളവരുടെ ആരും കുഞ്ഞുങ്ങളല്ല. ആയുഷ്കാലത്ത് ദൈവം വിശ്വസ്തനായിട്ട് എണ്ണുവോ? ശുശ്രൂഷ പരമേൽപ്പിക്കോ? സുവിശേഷം പരമേൽപ്പിക്കോ? ഇല്ല. വാ തുറന്നു കഴിഞ്ഞാൽ ഇന്നും പറയുന്നത് നാട്ടുകാര്യവും വീട്ടുകാര്യവും ലോകത്തിൻ്റെ കാര്യവും അല്ലാതെ ശേഷം ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷ നാവിലോ ഹൃദയത്തിലോ ഇല്ല. ഹൃദയത്തിൽ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നത്, ആത്മാവിൽ ഫലമേൽപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൽ കൊടുക്കുന്നുമുണ്ട്, നാവിൽ കൊടുക്കുന്നുമുണ്ട്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അത് നമുക്ക് ഒരവസരമുള്ളപ്പോൾ നമുക്ക് ചിന്തിക്കാം. കർത്താവിന് സ്തോത്രം. 86-ാം സങ്കീർത്തനം, സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. 84-ാം സങ്കീർത്തനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഓരഹോത്രന്മാരിൽ കൂടി ദൈവം വെളിപ്പെടുത്തി. കാരണം സ്വജനപക്ഷപാതമില്ല. കർത്താരദാസന്മാരുടെ അപ്പോസ്തലന്മാർക്ക് ക്രൂശിന്റെ വചനം വെളിപ്പെടുത്തി സുവിശേഷം പരമേൽപ്പിച്ചു. കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയില്ല, ഹൃദയം നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചു. ലേവ്യ ഗോത്രത്തിന് ഊറീമും തുമ്മീമും ശുശ്രൂഷയായി കിട്ടി. കാരണം ദൈവത്തിന്റെ വചനം അനുസരിച്ചു. ബന്ധുക്കളെ നോക്കിയില്ല, ഉറ്റവരെ നോക്കിയില്ല. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ, ആ തൂക്കുകെട്ടയുടെ മുമ്പിൽ മറ്റൊന്നുമില്ല. വചനം പറയുന്നത് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് യഹോവയുടെ 7 കണ്ണ് സന്തോഷിക്കുന്നു. തൂക്കുകെട്ട ദൈവത്തിന്റെ വചനമുണ്ട്. ആ തൂക്കുകെട്ടയുടെ മുമ്പിൽ ബന്ധുക്കളില്ലെന്ന്, സ്വജനങ്ങളില്ല. അവിടെ ഒരുവൻ മാത്രം ഹൃദയത്തെ നോക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റൊരു ബന്ധുവിനെയും കാണാതെ ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്നവൻ ആരോ അവനുള്ളതാണ് ശുശ്രൂഷ. അത് നമുക്ക് പ്രാപിക്കണം. മരിക്കുന്നതിന് മുമ്പ്, ഇവിടെ നിന്ന് ഇല്ലാതായി പോകുന്നതിന് മുമ്പ് ആ ശുശ്രൂഷ പ്രാപിച്ച് ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ പദവിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങൾ നൽകി തരുന്ന ദൈവമേ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ഹൃദയത്തെ നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങൾ എന്നും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. മനുഷ്യരെ നോക്കാനില്ല, ബന്ധുക്കളെ നോക്കാനില്ല, സ്വജനത്തെ നോക്കാനില്ല. കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുവാൻ ഞങ്ങൾക്ക് നൽകി തരുവാനാണ്. കാത്തുകൊള്ളണമേ, യേശുവിന്റെ നാമത്തിൽ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി
പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.